Jacob, Susan. I can't believe I'm standing here within a span of 3 months and share my thoughts. This is the time, maybe God's plan to bring the families together, spend more time and share our memories and the good times. I just don't know what to say at this juncture, but I just want to say, Papa had a great dream to live. I call him Papa from a very young age because he was almost like a dad to me. Every summer, I like to go visit Trivandrum and spend time with Jacob and family and go to his workshop, play with all the toys and binoculars and all kind of military tools. That's my first-hand experience. Those are the memories that I have. Last summer, we had a family reunion in Tampa. Even though he was sick, he was weak, his enthusiasm to be part of every single game and every single things that we did, it was amazing. We had a tug of war, family tug of war, and a friendly tug of war, and Papa wanted to be in it so badly, and we had to basically say, Papa, just stand back, watch. He had the drive to live, everything, and you could never set him back or put him on the sideline for anything. He was the first one to go somewhere, first one to call somebody, first one to lend out a helping hand. And every summer, mango season, I'll make my appointment to go there and get my first dip on the best mangoes. And he knew which ones ripen the earliest part and later part, and he will arrange in such a way, so I'll make my frequent visits. And he gave me my first mango tree when we bought our place in Miami. And Papa, we miss you. We miss your company. We miss you being in our family. It's been, as a senior member of our family, it's been a great honor to be around you. And just pray for all our family members this time. And as we come together and cope with these difficult times, it's just tragic. I just can't believe we got on a plane a week before and come back here in this way. And I didn't get to see him after Anisha's passing, but he looked very good. I just want to live with that memories at that time. Thank you for this. എല്ലാവർക്കും എൻ്റെ അന്നേരത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1983 മുതൽ പ്രിയ ഈ കുടുംബാംഗങ്ങൾ, പ്രിയ സഹോദര കുടുംബങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലും സൗഹാർദ്ദത്തിലും ആത്മീയ കൂട്ടായ്മയിലും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. കൂടാതെ പ്രിയ ബെഞ്ചമിൻ ചാരുമൊക്കെ നാട്ടിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരേ അപ്പാർട്ട്മെൻറ്റിൽ കുടുംബമായി താമസിക്കുവാനും സ്നേഹം പങ്കിടുവാനും സ്നേഹത്തിൽ വസിക്കുവാനും ഒക്കെ ഇടയാക്കി. എന്നാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ പ്രിയ പിതാവ് ബെഞ്ചമിൻ ചാൻ പെട്ടെന്നുള്ള വേർപാട് കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഞങ്ങളെയും വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. പിന്നെയും നമുക്ക് അക്കരനാട്ടിൽ വെച്ച് കർത്താവിൻ്റെ ദാസനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കെല്ലാവർക്കും ദൈവജനത്തിനുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ക്ഷമയും സൗമ്യതയും ശാന്തതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആത്മീയമായി വളരെ പക്വതയുള്ള ഒരു ആളത്വമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. പെന്തക്കോസ്ത് ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് അതിനെതിരെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ശക്തമായിട്ട് എതിർക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്ത
ഒരു വ്യക്തിയാണ്. പലപ്പോഴും എല്ലായ്പ്പോഴും സഭയിലുള്ളവരോ സ്നേഹിതരെയൊക്കെ കണ്ട് ക്ഷേമവും സ്നേഹവും ഒക്കെ അന്വേഷിക്കുക എന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു നല്ല സ്വഭാവമായിരുന്നു. പലപ്പോഴും എനിക്ക് എൻ്റെ കണ്ണിന് സർജറി ആയിരുന്നപ്പോൾ അച്ഛൻ പറയും, സൂസമ്മ എന്നെപ്പോലെയാണോ, എങ്ങനെയുണ്ട്, കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട്, മിക്ക ദിവസങ്ങളും രണ്ടുപേരും കൂടെ എന്നെ വിളിച്ച് സ്നേഹാന്വേഷണങ്ങളൊക്കെ ചോദിക്കും. തന്നെയല്ല, ആരെങ്കിലും അസുഖമായിട്ട് സഭയിലോ പ്രിയപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടാതെ ഗൗരവമേറിയ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെയും സരസമായിട്ടും പുഞ്ചിരിയോടുകൂടിയാണ് അതിനെ അത്ര ഗൗരവം കൊടുക്കാത്ത രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പ്രിയ അച്ചായന് വളരെ സന്തോഷവും പ്രത്യാശയും ആത്മീയമായും ആരാധനയിലും പ്രാർത്ഥനയിലും വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. എന്നാൽ എങ്കിൽ തന്നെയും തൻ്റെ കുടുംബത്തിലെ പ്രിയ പൈതലിൻ്റെ വേർപാട്, പ്രിയ പൈതൽ അനീഷിൻ്റെ വേർപാടും സഭയിലെ പാസ്റ്റർ ബാബു ജോണിൻ്റെ വേർപാടും അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചിരുന്നു. എന്നാൽ വേദനയും ദുഃഖവും കഷ്ടവും രോഗവും ഒന്നുമില്ലാത്ത ദേശത്തേക്ക്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുമില്ലാത്ത ദേശത്തേക്ക് താൻ പ്രിയം വെച്ച പ്രിയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് പ്രിയ അന്നമ്മ സിസ്റ്റർ, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു മാസത്തിനകം ഞങ്ങൾ 2 വിധവമാരാണ് ഞങ്ങളുടെ സഭയിലുണ്ടായിരിക്കുന്നു. ദൈവം അറിയാതൊന്നും നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി നന്നായി ചെയ്യുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് പ്രിയ സിസ്റ്ററിൻ്റെയും പ്രിയ ജേക്കബ് ഫാമിലി, മിനി ഫാമിലി, സൂസൻ ഫാമിലി, പ്രിയ സഹോദരങ്ങൾ ഫാമിലി, കുടുംബാംഗങ്ങൾ, നാട്ടിലായിരിക്കുന്ന ബെഞ്ചമിൻ ചായൻ്റെ കുടുംബങ്ങൾ ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ സമയത്ത് എൻ്റെയും ഗ്രീൻ മെഡോസ് ചർച്ച് ഓഫ് ഗോഡ് ലേഡീസ് മിനിസ്ട്രിയുടെ നാമത്തിലും പാസ്റ്റർ ബാബു എം ജോൺ ഫാമിലിയുടെ നാമത്തിലും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. നമ്മൾ ഇവിടെ വായിക്കുന്നു, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാൽ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനുമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഏറെ പ്രത്യാശയുള്ളവരായി പാതാളത്തിൻ്റെ ആടുകളായി തീരാതെ സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ പിതാവിൻ്റെ നല്ലിടയനായ യേശു ക്രിസ്തുവിൻ്റെ ആടുകളായി നിത്യതയിൽ കാണുവാൻ തക്കോണം നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കും. 2 മണിക്കൂർ കൊണ്ട് 2 ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്തതായ അനുഭവങ്ങളെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഒരു ആഴ്ച മുഴുവൻ സഭാജനങ്ങളുടെയും കുടുംബത്തിലെ ആളുകളുടെയും നല്ല വാക്കുകൾ കേട്ട് ഞാനതൊക്കെ അബ്സോർവ് ചെയ്യായിരുന്നു. അതൊന്നും തന്നെ ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചെറിയ ഓർമ്മയുള്ള സമയത്ത് തന്നെ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അഡീഷനായി വന്ന വ്യക്തിയാണ്. അത് എൻ്റെ ഒരു മൂത്ത ബ്രദറായിട്ടോ അതിലുപരി എൻ്റെ ഒരു പിതാവായിട്ടോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. വേദന നിറഞ്ഞ ഓർമ്മകളും വേർപുറപ്പിക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൻ്റെ മുടക്കുമുതലാണ് എന്ന് ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചപ്പോൾ അത് ശരിയാകട്ടെ തെറ്റാകട്ടെ കാലം നമ്മളെ അത് അറിയിക്കും, അത് പഠിപ്പിക്കും
എന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 11-12 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളുടെയും അനിയനെയും കൂടെയാണ് എൻ്റെ ബാല്യകാലം മുഴുവന്, എൻ്റെ ഏകദേശം ഹൈസ്കൂൾ ജീവിതം വരെ അവിടെയാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. രാവിലെ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് ശേഷമേ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ബെല്ലടിച്ചതിന് ശേഷമേ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് ലഞ്ചിന് വിടുമ്പോൾ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കണം. ആ സമയത്ത് അദ്ദേഹം ലഞ്ചിന് വീട്ടിൽ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് സമയത്ത് പോകും. വൈകിട്ട് 4 മണിക്ക് ബെല്ല് കഴിക്കുമ്പോൾ 5 മിനിറ്റ് വീട്ടിൽ വരെ. ഇതായിരുന്നു എൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് അന്നുണ്ടായിരുന്ന എൻ്റെ ശിക്ഷയായിരുന്നു. അതുകൊണ്ടാണ് എന്നെ കൊട്ടാരത്തിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മാറ്റിയത്. എന്നാൽ അന്നും ഒത്തിരി കുശലത്തരങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ മിനിയുടെയും സൂസിൻ്റെയും ജേക്കബിൻ്റെയും ഇളയ അങ്കിളാണ്. ഓരോ സമയത്തും അവരെ ഞാൻ ഓരോ കാര്യത്തിൽ മുന്നോട്ട് തള്ളി വിട്ടിട്ട് അവർക്ക് വഴക്ക് കിട്ടി ഞാൻ ചിലപ്പോൾ പലപ്പോഴും രക്ഷപ്പെടും. പല അനുഭവങ്ങൾ, പല കാര്യങ്ങൾ ആ രീതിയിൽ പറയുവാനായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ ഞാൻ ഹൈസ്കൂളിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കൊട്ടാരക്കര വന്നു, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തില്ല. വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്ത് പോയി. അപ്പോഴത്തേക്ക് ഞാനൊരു യുവാവായിട്ടാണ് ട്രിവാൻഡ്രത്തിൽ ജീവിച്ചത്. ആ കാലത്തും അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങളെ, ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നെങ്കിലും സിവിലിനായിട്ട് ജോലി ചെയ്തെങ്കിലും നല്ല ഒരു പദവിയിൽ അദ്ദേഹം ജോലി ചെയ്തു. കുടുംബാംഗങ്ങൾ പലർക്കും അറിയാത്ത പോലെ അന്നത്തെ കാലത്ത് വയർലെസ് ടെലിഫോൺസ്, വാച്ചുകൾ, റേഡിയോകളൊക്കെ നന്നാക്കുന്നതും അതിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കുന്നതിനും ആ കാലത്ത് സാധിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ആ നാട്ടിലും വളരെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആനുവൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ മിലിറ്ററി ഓഫീസേഴ്സൊക്കെ അവരുടെ വണ്ടിയുമായിട്ട് വീട്ടിൽ വരും, അവരെ സൽക്കരിക്കും. എന്നാൽ അവർ വരുന്നതിൻ്റെ ഉദ്ദേശം ഇൻസ്പെക്ഷൻ പാസ്സാവണമെങ്കിൽ ഇദ്ദേഹം സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് വരുമ്പോൾ ജീപ്പിനകത്ത് അന്ന് മിലിറ്ററിയിൽ സെർവ് ചെയ്യുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ലിക്വർ, പിന്നെ അതുപോലുള്ള ബ്ലാങ്കറ്റ്, വെളിയിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ, ഇങ്ങനെ ഇതുമായിട്ട് ട്രക്കിൽ വരുന്നത്. എന്നാൽ അത് വിറ്റാൽ സാറേ, അത് ഹിന്ദിക്കാരാണ് കൂടുതലും, അവർ പറയും ഇത് വിറ്റാൽ ഇതിൻ്റെ 4 ഇരട്ടി പൈസ ഉണ്ടാക്കാം. ഞങ്ങൾക്കറിയാം സാർ അത് കുടിക്കത്തില്ല, എന്നാൽ അത് വിറ്റാൽ 4 ഇരട്ടി കൂടുതൽ